ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഓൺ വോയിസ് വന്നേക്കുന്നത് എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ തൃശ്ശൂർ വെച്ചിട്ട് കാപ്പ മിസ്റ്റർ ഇന്ത്യ നടത്തുന്നുണ്ടായി. അപ്പോൾ ഞാൻ അതിൽ 3 കാറ്റഗറിയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിറ്റ്നസ്, പിന്നെ വെൽനസ്, ബിക്കിനി എന്നിങ്ങനെ 3 കാറ്റഗറിയിലായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഫിറ്റ്നസ് കാറ്റഗറിയിൽ 4th പ്ലേസും, ബിക്കിനിയിൽ 3rd പ്ലേസും, വെൽനസ്സിൽ 2nd പ്ലേസായിരുന്നു കിട്ടിയിരുന്നത്. അപ്പം എനിക്ക് ഫിറ്റ്നസ് കാറ്റഗറിയിൽ 4th പ്ലേസ് വരാനുള്ള കാരണം ഞാൻ ജഡ്ജസിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് അവിടെ പോയിൻ്റ് പോകാനുണ്ടായിരുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞത് എൻ്റെ കോസ്റ്റ്യൂമായിരുന്നു. ഞാൻ 4th പ്ലേസ് വരാനുണ്ടായിരുന്ന കാരണം എന്നാണ് എൻ്റെ അടുത്ത് ജഡ്ജസ് പറയുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ കോസ്റ്റ്യൂം മേടിക്കുന്നതിൻ്റെ മുൻപ് ഞാൻ അസോസിയേഷനിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ, നമ്മൾ ഡ്രസ്സ് നമുക്ക് എങ്ങനെ എന്ത് ഡ്രസ്സാണ് ഇടേണ്ടത് അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വിഷയമുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ അവരെൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ജഡ്ജ്മെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നൊരു മാം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായത്, നിങ്ങളാണ് ബെസ്റ്റായിട്ട് ചെയ്തത്, പക്ഷേ നിങ്ങളെ കോസ്റ്റ്യൂമാണ് നിങ്ങളെ പോയിൻ്റ് കുറച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ആ കാറ്റഗറിയിൽ ഞാൻ 4th പ്ലേസ് വന്നു. ഓക്കെ, നോ വറി. കാരണം ഞാൻ ഫിറ്റ്നസ്സിൽ ഫസ്റ്റ് ടൈമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുഴപ്പമില്ല, കഴിഞ്ഞു. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വെൽനസ് കാറ്റഗറി ചെയ്തപ്പോഴേക്കും അവിടെ ഫസ്റ്റ് വന്നേക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ബോഡി ബിൽഡിങ്ങിൽ ഫസ്റ്റ് വന്നൊരു കുട്ടിയാണ്. ആ കുട്ടി തന്നെയാണ് വെൽനസ് കാറ്റഗറിയിലും ഫസ്റ്റ് വന്നേക്കുന്നത്. അപ്പം ബോഡി ബിൽഡിങ്ങും വെൽനസ് കാറ്റഗറിയും തമ്മിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സൈഡിൽ നിൽക്കുന്ന 2 കാറ്റഗറീസാണ്. അപ്പോൾ അത് നമ്മുടെ ബോഡി സ്ട്രക്ചർ, നമ്മുടെ ഫിഗർ ആണെങ്കിൽ പോലും, പോസിങ് ആണെങ്കിൽ പോലും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കാറ്റഗറിയാണ്. അപ്പം അതിൽ വന്നൊരു കുട്ടി എങ്ങനെയാണ് ഒരു ഫെമിനൈൻ ലുക്കുള്ള ഒരു കാറ്റഗറിക്കകത്ത്, വെൽനസ്സിനകത്ത് എങ്ങനെയാണ് ആ കുട്ടി ഫസ്റ്റ് വരുന്നത്. പിന്നെ നേരത്തെ കുറേ ക്രൈറ്റീരിയാസും കാര്യങ്ങളും അവർ മറ്റ് കാറ്റഗറിയിൽ അവർ പറയുണ്ടായി. അതേ ക്രൈറ്റീരിയാസും കാര്യങ്ങളും എല്ലാ കാറ്റഗറിയിലും അത് ബാധകമല്ലേ? അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണോ ഈ ക്രൈറ്റീരിയാസും കാര്യങ്ങളും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ള എൻ്റെ ഒരു ഡൗട്ടാണ്. കാരണം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, എൻ്റെ മസിൽസ് കാണുന്നില്ല, എൻ്റെ കോസ്റ്റ്യൂം പ്രശ്നമാണ്, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ക്രൈറ്റീരിയാസ് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴേക്കും എല്ലാ അത്ലറ്റ്സിനും ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യങ്ങളല്ലേ? അങ്ങനെ വരുമ്പം എങ്ങനെയാണ് എന്നുള്ളതാണ് എനിക്കിപ്പോഴും ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ആ വെൽനസ്സിൻ്റെ വീഡിയോസ് ഇതിൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്യാം, നിങ്ങളൊന്നത് നോക്കി നോക്കണം. അപ്പോൾ പോസിങ് ആണെങ്കിൽ പോലും പോസിങ് എന്നൊക്കെ പറയുന്നതും അതും ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുന്ന കാര്യമല്ലേ? അപ്പം പോസിങ് കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനെന്ന് Face the judges. അപ്പം അതൊന്നും ഇതിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ? അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞത്, ആ കുട്ടി ബോഡി ബിൽഡിങ് ചെയ്യുന്ന കുട്ടിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് എങ്ങനെയാണത് അവിടെ ശരിയാവുന്നത്? ക്രൈറ്റീരിയാസും കാര്യങ്ങളും എല്ലാ അത്ലറ്റ്സിനും ഈക്വലായിട്ടുള്ള കാര്യങ്ങളല്ലേ? അപ്പോൾ അതെല്ലാവരും പാലിക്കേണ്ടതല്ലേ? എൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അത് ശരിയായിട്ടുള്ളൊരു ഇതാണോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. എന്തായാലും നെക്സ്റ്റ് ടൈമെങ്കിലും കറക്റ്റായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുക. കാരണം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇതൊന്നും ഉണ്ടാവുമെന്ന് പറയുമ്പം അത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എന്തായാലും താങ്ക് യു.